ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വശത്ത് അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ, മറുവശത്ത് തുടർച്ചയായ ആക്രമണങ്ങൾ. ഇത്രയൊക്കെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ എന്ന രാജ്യം എങ്ങനെയാണ് തകരാതെ പിടിച്ചു നിൽക്കുന്നത്? ഇതിന്റെ രഹസ്യമെന്താണ്? നമുക്ക് നോക്കാം. അതെ, ഇതാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചോദ്യം. ലോകത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും പിന്നെ നിർത്താതെയുള്ള ആക്രമണങ്ങളും ഇതിനെയൊക്കെ അതിജീവിച്ച് ഇറാൻ എന്ന ഭരണകൂടം എന്തുകൊണ്ടാണ് തകർന്നു വീഴാത്തത്? ഒറ്റനോട്ടത്തിലതൊരു അത്ഭുതമായി തോന്നാം, അല്ലേ? പക്ഷെ ഇതിന് പിന്നിൽ വളരെ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. ഈയൊരു പോരാട്ടത്തെ മനസ്സിലാക്കാൻ യൂറോന്യൂസിന്റെ ഈയൊരു വാചകം മാത്രം മതി. ആരാണ് ആദ്യം കണ്ണു ചിമ്മുക എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഇതിൽ എല്ലാമുണ്ട്. ഇറാന്റെ തന്ത്രം ഒരു യുദ്ധം ജയിക്കുക എന്നുള്ളതല്ല, മറിച്ച് ക്ഷമ കൊണ്ട് എതിരാളികളെ തോൽപ്പിക്കുക. അതാണ് അവരുടെ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ അതിജീവിക്കുക. അപ്പോ എങ്ങനെയാണ് ഇറാൻ ഇത് സാധിച്ചെടുക്കുന്നത്? അതിന്റെ ആദ്യത്തെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു പ്രത്യേക സൈനിക തന്ത്രത്തിലാണ്. അതിന്റെ പേരാണ് മൊസായിക് ഡിഫൻസ്. എന്താണ് ഈ മൊസൈക് ഡിഫൻസ്? നമുക്ക് ഒരു ചിലന്തിവല പോലെ ഇതിനെ സങ്കൽപ്പിക്കാം. അതിന്റെ ഏറ്റവും നടുവിലുള്ള ഭാഗം നിങ്ങൾ തകർത്താലും ആ വല മുഴുവനായി നശിച്ചുപോകുമോ? ഇല്ല. അതുപോലെ തന്നെയാണിതും. ഇറാന്റെ ഏറ്റവും മുകളിലുള്ള സൈനിക നേതൃത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയാലും രാജ്യത്തിന്റെ ഓരോ ഭാഗത്തുമുള്ള യൂണിറ്റുകൾക്ക് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയും. ഏകദേശം 2 ദശാബ്ദം എടുത്താണ് അവർ ഈ ഒരു വികേന്ദ്രീകൃത സംവിധാനം ഉണ്ടാക്കിയെടുത്തത്. ലക്ഷ്യമൊന്നു മാത്രം: തല പോയാലും ഉടൽ പ്രവർത്തിക്കണം. അപ്പോൾ ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു ഡീക്യാപിറ്റേഷൻ സ്ട്രൈക്ക്, അതായത് നേതൃത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒരു ആക്രമണം നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റെപ്പ് 1: കേന്ദ്ര കമാൻഡ് ഇല്ലാതാവുന്നു, ടോപ്പ് ലീഡേഴ്സ് കൊല്ലപ്പെടുന്നു. പക്ഷേ അവിടെ കളി തീരുന്നില്ല. സ്റ്റെപ്പ് 2: രാജ്യത്തുള്ള 31 പ്രവിശ്യ കമാൻഡുകളും ഓട്ടോമാറ്റിക്കായി ആക്റ്റീവ് ആകുന്നു. ഓരോന്നും ഒരു കൊച്ചു സൈന്യമായി സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. സ്റ്റെപ്പ് 3: പുതിയ ഓർഡറുകൾക്കായി ആരും കാത്തുനിൽക്കുന്നില്ല. ലോക്കൽ കമാൻഡർമാർ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ, സിസ്റ്റം തകരില്ല. ഇറാഖിന്റെ പതനത്തിൽ നിന്ന് ഇറാൻ പഠിച്ച പാഠം വളരെ വലുതാണ്. നോക്കൂ, ഇറാഖിന്റെ സൈന്യം ഒരു പിരമിഡ് പോലെയായിരുന്നു. ഏറ്റവും മുകളിലത്തെ കല്ലെടുത്തുമാറ്റിയാൽ എല്ലാം കൂടെ ഹുർമുറിയെ താഴെ വീഴും. അമേരിക്കൻ അധിനിവേശത്തിൽ നമ്മളത് കണ്ടതാണ്. എന്നാൽ ഇറാൻ ഉണ്ടാക്കിയത് ഒരു പിരമിഡല്ല, ഒരു നെറ്റ്വർക്കാണ്. ഒരു നെറ്റ്വർക്കിലെ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടാലും ആ ശൃംഖല പൂർണ്ണമായി തകരില്ല. അതാണ് വ്യത്യാസം. ഈ നെറ്റ്വർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ നേരത്തെ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. ഓരോ പ്രവിശ്യയ്ക്കും ആവശ്യമായ ഇന്ധനം, ഭക്ഷണം, ആയുധങ്ങൾ എല്ലാം അവിടെ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഓരോ പ്രദേശത്തുമുള്ള പാരാമിലിറ്ററി ഗ്രൂപ്പുകൾക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. ഇവിടെ ഫിലോസഫി വളരെ സിമ്പിളാണ്. നേതാക്കൾ വരും, പോകും. പക്ഷേ ഇറാൻ എന്ന സിസ്റ്റം അത് നിലനിൽക്കണം. അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഓക്കേ, അപ്പോൾ സൈനികമായി എങ്ങനെ അതിജീവിക്കുമെന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഈ കടുത്ത ഉപരോധങ്ങൾക്കിടയിൽ സാമ്പത്തികമായിട്ട് ഇവരെങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? അവിടെയാണ് ചില അന്താരാഷ്ട്ര സുഹൃത്തുക്കളുടെ സഹായം അവർക്ക് ലഭിക്കുന്നത്. അതെ, ഒരു കരുത്തുറ്റ സൈന്യം മാത്രം പോരല്ലോ ഒരു രാജ്യം നിലനിൽക്കാൻ. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ സമ്പദ്വ്യവസ്ഥ ശ്വാസം വിടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആഗോളതലത്തിലുള്ള ചില ലൈഫ് ലൈനുകളാണ്. ഈ ലൈഫ് ലൈനുകളിൽ ഏറ്റവും പ്രധാനം ചൈനയാണ്. നോക്കൂ, ഉപരോധം കാരണം മറ്റാരും എണ്ണ വാങ്ങാത്തപ്പോഴും ഇറാന്റെ എണ്ണയുടെ ഭൂരിഭാഗവും വാങ്ങുന്നത് ചൈനയാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്നല്ലേ? അതിനാണ് ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയുന്ന എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ടാങ്കറുകൾ അത് ഉപയോഗിക്കുന്നത്. ശരിയാണ്, മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇറാൻ അത് വിൽക്കുന്നത്. എന്നാലും ആ വരുമാനം മാത്രം മതി ഇറാന്റെ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായി തകർന്നു പോകാതെ പിടിച്ചു നിർത്താൻ. ചൈനയുടെയും റഷ്യയുടെയും സഹായം പണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. നയതന്ത്രപരമായും അവർ ഇറാന് ഒരു സംരക്ഷണ കവചം തീർക്കുന്നുണ്ട്. UN-ൽ ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ ഈ 2 രാജ്യങ്ങളും വീറ്റോ അധികാരം ഉപയോഗിച്ച് തടയുന്നു. അപ്പോൾ ഇറാൻ ലോകത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ നോക്കൂ, അവർക്ക് തകർക്കാൻ പറ്റാത്ത ഒരു സൈനിക സംവിധാനമുണ്ട്. സാമ്പത്തികമായി സഹായിക്കാൻ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല അവരുടെ ഏറ്റവും വലിയ ആയുധം. അത് സമയമാണ്. അതാണ് അവരുടെ ദീർഘകാല യുദ്ധതന്ത്രം. ഇറാന്റെ പ്രധാന തന്ത്രം എന്താണെന്നോ? സമയത്തെ ഒരു ആയുധമാക്കി മാറ്റുക. ഒരു പെട്ടെന്നുള്ള വിജയം അല്ല അവർ നോക്കുന്നത്. മറിച്ച് കാലം കഴിയുന്തോറും എതിരാളികളെ ക്ഷീണിപ്പിക്കുക, അവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കുക, എന്നിട്ട് അവരെ അതിജീവിക്കുക. ഇതാണ് ഗെയിം പ്ലാൻ. ഈ ഒരു ലോങ് ഗെയിമിൽ അവരുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അഥവാ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. ഹിസ്ബുള്ള
ഹൂതികൾ അങ്ങനെ ഒരുപാട് പ്രാദേശിക ഗ്രൂപ്പുകളുടെ ഒരു ശൃംഖലയാണിത്. ഇതിന്റെ ഗുണമെന്താണെന്നാൽ ഇറാന് നേരിട്ട് യുദ്ധത്തിന് പോകേണ്ടി വരുന്നില്ല. പകരം ഈ ഗ്രൂപ്പുകൾ അവരുടെ ശത്രുക്കളെ പലയിടങ്ങളിലായി നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. ഇത് എതിരാളികളെ സാമ്പത്തികമായും സൈനികമായും തളർത്തും. ഈ അതിജീവനം എന്ന് പറയുന്നത് സൈനികവും സാമ്പത്തികവും മാത്രമല്ല, അത് മാനസികം കൂടിയാണ്. എത്ര വലിയ ബോംബാക്രമണങ്ങളുണ്ടായാലും ടെഹ്റാനിലെ തെരുവുകളിൽ സാധാരണ ജീവിതം മുന്നോട്ടു പോകുന്നു എന്നുള്ളത് ലോകത്ത് നൽകുന്നൊരു സന്ദേശമാണ്. രാജ്യത്തിനകത്ത് എല്ലാം ഭദ്രമാണ്, ജനങ്ങൾ പതറിയിട്ടില്ല എന്നൊരു സിഗ്നൽ. പക്ഷേ ഈ അതിജീവനത്തിന് ഒരു മറുവശമുണ്ട്. ഇതിന് ഇറാനിലെ ജനങ്ങൾ നൽകേണ്ടി വരുന്ന വില വളരെ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റം ഇപ്പോൾ അതിന്റെ പരിധിയിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു കണക്ക് നോക്കൂ. വെറും 8 മാസത്തിനുള്ളിൽ, അതായത് 2024 ജൂലൈക്കും 2025 മാർച്ചിനുമിടയിൽ ഇറാന്റെ കറൻസിയുടെ മൂല്യം പകുതിയായി ഇടിഞ്ഞു, 50%. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണക്കാരുടെ കയ്യിലുള്ള പണത്തിന്റെ വില നേരെ പകുതിയായി. അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ ഒറ്റയടിക്ക് ഒന്നുമല്ലാതായി മാറുന്നൊരവസ്ഥ. അതിലും ഭീകരമായിരുന്നു തൊട്ടടുത്ത വർഷത്തെ കണക്കുകൾ. 2025 ഭക്ഷ്യവസ്തുക്കളുടെ വില 70%-ലധികമാണ് കൂടിയത്. ഒരു സാധാരണ കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങുന്നത് പോലും വലിയൊരു വെല്ലുവിളിയായി മാറി. ഈ ചാർട്ട് കാണിക്കുന്നത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക തകർച്ചയാണ്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ ആക്രമണങ്ങൾ കാരണം GDPയിൽ ഏകദേശം 6 മുതൽ 9% വരെ നഷ്ടമുണ്ടായി. പണപ്പെരുപ്പമോ അത് 40%-ന് മുകളിലായി. ഇതെല്ലാം സാധാരണ ജനങ്ങളുടെ ജീവിതം ശരിക്കും നരകതുല്യമാക്കി. ഈയൊരു സാമ്പത്തിക ഞെരുക്കം സ്വാഭാവികമായും വലിയ സാമൂഹിക അസ്വസ്ഥതകളിലേക്കാണ് നയിച്ചത്. 2025 അവസാനമായപ്പോഴേക്കും രാജ്യത്തെ 31 പ്രവിശ്യകളിലും വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനെ തുടർന്ന് 2000-ലധികം ആളുകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഇറാന്റെ ലക്ഷ്യം ഒരു ഗംഭീര വിജയം നേടുക എന്നതായിരുന്നില്ല, മറിച്ച് എന്ത് വില കൊടുത്തും അതിജീവിക്കുക എന്നതായിരുന്നു. ഈ പട്ടിക ഇറാന്റെ അതിജീവന തന്ത്രത്തെ വളരെ വ്യക്തമായി സംഗ്രഹിക്കുന്നുണ്ട്. ഓരോ തന്ത്രത്തിനും അതിൻ്റേതായ ഗുണവും ദോഷവുമുണ്ട്. മൊസൈക് ഡിഫൻസ് സൈന്യത്തെ തകരാതെ കാക്കുന്നു, പക്ഷേ അതേസമയം യൂണിറ്റുകൾ തമ്മിൽ ഭിന്നിച്ചു പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും സഹായം സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നു, പക്ഷേ അതവരെ വിദേശശക്തികളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്നു. ഇതൊരു കസ്തിമുനയിലൂടെയുള്ള നടത്തം പോലെയാണ്. അപ്പോൾ ഒടുവില് നമ്മളെത്തി നിൽക്കുന്നത് ഈയൊരു വലിയ ചോദ്യത്തിലാണ്. അതിജീവനമാണ് പുതിയ വിജയമെങ്കിൽ ഇതുപോലൊരു യുദ്ധം എപ്പോഴെങ്കിലും ശരിക്കും അവസാനിക്കുമോ? ഇത് നമ്മളെല്ലാവരും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.